എത്ര പറഞ്ഞാലും അവസാനിക്കുന്നില്ല മോദി അദാനി അവിശുദ്ധ കൂട്ടുകെട്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരവധി തവണയാണ് ഇക്കാര്യം പാർലമെന്റിലും പുറത്തും ഉന്നയിച്ചത്. എന്നിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? ഇല്ല എന്നതാണ് ഉത്തരം. ഗുജറാത്തിൽ നിന്നും തുടങ്ങിയ അദാനി മോദി സഖ്യം ഇന്ന് ഇന്ത്യ ഒട്ടാകെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. വൈദ്യുതി ഉൽപാദന സംവിധാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അദാനിക്ക് ഇടപെടാനുള്ള നീക്കങ്ങളാണ് മോദി നടത്തുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണെന്ന ബോധ്യം മോദിക്കും അദാനിക്കുമുണ്ട്. BJP ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ വൈദ്യുതി വിതരണക്കാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നതിന് തയ്യാറാക്കിയ ടെൻഡറുകളിലെ മാനദണ്ഡങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ വൈദ്യുതോൽപാദന ശേഷിക്ക് പൂർണ്ണമായും യോജിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ സർക്കാരുകളാണ് ഒന്നിനു പുറമെ മറ്റൊന്നായി അടുത്ത 25 വർഷത്തേക്ക് സംസ്ഥാനങ്ങളിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് ഊർജോത്പാദകരിൽ നിന്നും ടെൻഡറുകൾ വിളിച്ചത്. 2 ടെൻഡറുകളിലും പൊതുവായ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം സൗരോർജ പ്ലാന്റിൽ നിന്നും താപോർജ പ്ലാന്റിൽ നിന്നും ഒരുമിച്ച് വൈദ്യുതി വിതരണം ചെയ്യാനുള്ള ശേഷി ഉത്പാദകർക്ക് ഉണ്ടായിരിക്കണമെന്നതാണ്. വൻതോതിൽ സൗരോർജ താപോർജങ്ങൾ ഒരുമിച്ച് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നത് രാജ്യത്തെ നിലവിൽ അദാനി പ്ലാന്റിന് മാത്രമാണ്. ടെൻഡറിൽ ഈ നിബന്ധന കൊണ്ടുവന്നതോടെ 2 ടെൻഡറുകളും അദാനി ഗ്രൂപ്പിന് തന്നെ ലഭിക്കുമെന്ന് BJP ഭരിക്കുന്ന ഈ 2 സംസ്ഥാനങ്ങൾ ഉറപ്പിക്കുകയാണ്. മുൻകാലങ്ങളിലെല്ലാം വിതരണം ചെയ്യുന്ന വൈദ്യുതി താപവൈദ്യുതി നിലയിൽ നിന്നോ ഏതെങ്കിലും സൗരോർജം ഉൾപ്പെടെയുള്ള പാരമ്പര്യേതര താപോത്പാദന നിലയങ്ങളിൽ നിന്നോ ഉൽപ്പാദിച്ചാൽ മതിയെന്നതായിരുന്നു നിബന്ധന. വിവിധ പ്ലാന്റുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ ഒന്നിച്ചു ചേർത്ത് വിതരണം ചെയ്യണം എന്ന മാനദണ്ഡം അടുത്തിടെ കൂട്ടിച്ചേർത്താണ്. എന്തിനു വേണ്ടിയാണ് ഈ നിബന്ധന തിടുക്കപ്പെട്ട് ചേർത്തതെന്ന് പറയേണ്ട കാര്യമില്ല. മഹാരാഷ്ട്ര 6600 മെഗാവാട്ടിന്റെ ടെൻഡറാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ 5000 മെഗാവാട്ടും സൗരോർജത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കണം. ബാക്കി കൽക്കരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കണം. രാജസ്ഥാനിലേക്ക് വന്നാൽ 11200 മെഗാവാട്ടിനാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ഇതിൽ 8000 മെഗാവാട്ട് സൗരോർജത്തിൽ നിന്നും ബാക്കി താപോർജം വഴി ഉൽപ്പാദിപ്പിക്കണമെന്നതാണ് നിബന്ധന. അദാനി ഗ്രൂപ്പ് അല്ലാതെ സൗരോർജ താപോത്പാദനം നടത്താൻ കഴിയുന്ന മറ്റ് കമ്പനികൾ അപൂർവമാണ്. മഹാരാഷ്ട്രയിൽ സർക്കാരിന്റെ കരാർ അദാനി ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിലും സ്വാഭാവികമായും അദാനിക്ക് തന്നെ കരാർ ലഭിക്കുമെന്നത് ഉറപ്പാണ്. പൂർണ്ണമായും അദാനി കമ്പനിയുടെ യോഗ്യതകൾക്ക് അനുസൃതമായാണ് നിബന്ധനകൾ ഉള്ളത് എന്നതുകൊണ്ട് കരാറുകളിൽ തീരുമാനങ്ങൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. സർക്കാരിൽ നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ഇനി കാത്തിരുന്നാൽ മാത്രം മതി. സൗരോർജമടക്കമുള്ള പാരമ്പര്യേതര ഊർജോത്പാദന മേഖലയിൽ വളർന്നു വന്നിട്ടുള്ള ഒട്ടേറെ പുതിയ കമ്പനികളുണ്ട്. അവയെ ഈ 2 സംസ്ഥാന സർക്കാരുകൾ ചില മാനദണ്ഡങ്ങൾ ഉയർത്തിക്കാട്ടി അകറ്റി നിർത്തുകയാണ്. അതേസമയം സൗരോർജവും താപോർജവും കൈകാര്യം ചെയ്യുന്ന ചില ചെറിയ കമ്പനികൾ രാജ്യത്തുണ്ട്. അവർക്കാണെങ്കിൽ അദാനി ഗ്രൂപ്പിനോട് മത്സരിച്ച് വിജയിക്കാനുമാകില്ല. ഊർജോത്പാദന മേഖലയിലെ മത്സരങ്ങൾ ഇല്ലാതാകുന്നതോടെ കുത്തക അദാനി കമ്പനിയിലേക്ക് മാത്രം ഏകോപിപ്പിക്കും. ഇത് സ്വാഭാവികമായും വൈദ്യുതിയുടെ വില വർദ്ധിക്കുന്നതിനും കാരണമാകും. മാത്രമല്ല, സൗരോർജത്തിനോടൊപ്പം താപോർജം കൂടി ഉത്പാദിപ്പിക്കുന്ന കമ്പനികളെ മാത്രമേ സംസ്ഥാന സർക്കാരുകൾ പ്രോത്സാഹിപ്പിക്കൂ എന്ന് നിലവന്നാൽ പാരമ്പര്യേതര ഊർജ മേഖലയിലെ മത്സരം എന്നേക്കുമായി അടിച്ചമർത്തപ്പെടും. അതുവഴി ചെലവ് കുറഞ്ഞ ഊർജോത്പാദന സാധ്യതകളും പൂർണ്ണമായും അടിച്ചൊതുക്കപ്പെടുമെന്നും ഉറപ്പാണ്.